എറണാകുളം വടക്കൻ പറവൂരിൽ യുവതിയെ സുഹൃത്ത് കൊലപ്പെടുത്തി. ചൂണ്ടി സ്വദേശി സുരമ്യയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഷിബിൻ കസ്റ്റഡിയിലുണ്ട്. ഷിബിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഈ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിനിടയിലെ പ്രശ്നമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി തന്നെ പരിശോധിക്കണം. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇതിന്റെ കാരണം എന്താണ്? ഈ കൊലപ്പെടുത്താനുള്ള ഈ പെൺസുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ടോം, ഇതിൽ കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. രണ്ടുപേരും തമ്മിലുള്ളൊരു വഴക്കാകാം എന്നതാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനമായിട്ട് പറയുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതലൊരു അന്വേഷണം വേണം എന്ന രീതിയിലാണ് പോലീസ് നിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മൃതദേഹം, യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയാണ് മാറ്റിയിരിക്കുന്നത്. പ്രതി ഷിബിൻ കസ്റ്റഡിയിലാണ്. രണ്ടുപേരുമായൊരു സൗഹൃദവും കാര്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. ഈ ഷിബിൻ ഈ സുരമ്യയെ ഇവിടേക്ക് വിളിച്ചു വരുത്തി, ഷിബിൻ്റെ വീട്ടിലേക്ക് എത്തിച്ച ശേഷം വിളിച്ചു വരുത്തി അവിടേക്ക് എത്തിച്ച ശേഷമാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പറയുന്നത്. കത്തി ഉപയോഗിച്ചാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. സുരമ്യയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾ ചോദ്യം ചെയ്തു വരികയാണ്. ഈ വടക്കന്നൂർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഏത് രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്? സാമ്പത്തികമായോ അല്ലാതെയോ മറ്റേതെങ്കിലും തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്. അതോ മറ്റെന്തെങ്കിലുമായ കാരണങ്ങൾ ഇതിലുണ്ടോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ സംഭവം നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം നാട്ടുകാരാണ് ഇവിടെ ഓടിക്കൂടുകയും പിന്നീട് പോലീസിലെല്ലാം തന്നെ അറിയിക്കുകയുമായിരുന്നു. ഏതായാലും ഇതിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു കാരണം എന്നതിലേക്ക് എത്തിയിട്ടില്ല. പോലീസ് അന്വേഷിക്കുകയാണ്. ടോം, ഡാനി, എന്തായാലും ഇതിൻ്റെ ഒരു സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. നമുക്കറിയാം ഈ പ്രണയപ്പക അത് കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളൊക്കെ പതിവായി നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഈ വർഷം എനിക്ക് തോന്നുന്നു ഇത് അത്ര കേട്ടുകേൾവിയിലായിരുന്നു. ഇതിപ്പോൾ ഒരു യുവതിയുടെ ജീവനെടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇരുവർ എത്ര നാളായി അടുപ്പത്തിലുണ്ടായിരുന്നു? വീട്ടുകാർക്കൊക്കെ അറിവുള്ള ബന്ധമായിരുന്നോ? ഈ യുവതിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആസൂത്രിതമായി തന്നെ ഇയാൾ പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് എത്തിക്കുന്നു, പിന്നീട് കൊലപ്പെടുത്തുന്നു എന്നല്ലേ കരുതേണ്ടത്? ഇതിൽ ഒരു കൃത്യത ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ടോം. കാര്യം ഇതിൽ എന്താണ് സംഭവിച്ചെന്ന്, കാരണം രാവിലെ നടന്ന ഒരു സംഭവമായിട്ട് പോലും അതിൻ്റെ ഒരു വ്യക്തതയിലേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കാരണങ്ങളുണ്ടാകും. മാത്രമല്ല ഇവർ അധിക കാലമായിട്ട് അടുപ്പം ഉണ്ടാകാം എന്ന് തന്നെയാണ് പോലീസ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുക. അല്ലായെങ്കിൽ ഒരു പെൺകുട്ടിയെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തുക എന്നതെല്ലാം തന്നെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇയാളുടെ വീട്ടുകാരെവിടെയായിരുന്നു, മറ്റു കാര്യങ്ങൾ അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇത് ഈ ഒരു പ്രണയപ്പക എന്ന രീതിയിലാണ് ഒരു ആദ്യഘട്ട റിപ്പോർട്ടും ആദ്യഘട്ടത്തിലുള്ള ഒരു പോലീസിൻ്റെ വിലയിരുത്തലും എല്ലാം തന്നെയുള്ളത്. അപ്പോൾ അതിനെന്താണ് കാരണമെന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം ഇതുപോലുള്ള ഈ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ പലയിടത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്തിടെ സംഭവങ്ങൾ പലതും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണോ ഇവിടെ പറവൂരും സംഭവിച്ചിരിക്കുന്നത് എന്നതെല്ലാം പോലീസ് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ സാമ്പത്തികമായ ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ ഇവരുമായി നിലനിന്നിരുന്നു എന്നതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടേക്ക് യുവതിയെ വിളിച്ചു വരുത്തുക, സ്വന്തം വീട്ടിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയാണ് ഇവിടേക്ക് എത്തിച്ച ശേഷമാണ് ഇതെല്ലാം ഈ കൃത്യം ചെയ്തിരിക്കുന്നത്, കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നത് കൂടി കുറച്ചുകൂടി ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? ഇവരെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ മാത്രം അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നെങ്കിൽ അതിൽ ഇനിയിപ്പോൾ വിവാഹത്തിൻ്റെതായ കാര്യങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന നിരാശയിലേക്ക്
പോകുന്നതാണോ എന്നതെല്ലാം തന്നെ അടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പോലീസ് അത് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. യെസ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്താണ് പെൺസുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി യുവതിയെ ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.